റോഡിൻ്റെ സൈഡിലൊക്കെ കടകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ എല്ലാം എന്ത് ചെയ്യണ്ടേ? ശാരദാമ്മയുടെ കട നമ്മൾ നേരത്തെ എടുത്താണ്. ഇവിടുത്തെ ദോശ ഫേമസ് ആണ്. ഏവർക്കും സുപ്രഭാതം. ചൂടിനൊരു ശമനം. കേരളത്തിൽ അടിപൊളി മഴ. ഞാൻ രാവിലെ തുടങ്ങിയ മഴയാണ്. മഴയത്തിപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമുക്ക് കുറേ കാഴ്ചകൾ മഴയുടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ഏവരും ഈ എപ്പിസോഡ് കാണണം. രാവിലെ ഞാൻ ബൈക്കിൽ ഒരു മഴ കാണാനുള്ള യാത്രയിലാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പഞ്ചായത്ത് റോഡിലേക്ക് ഇറങ്ങി. ഇവിടെ വലിയ 2 കുഴികളാണുള്ളത്. കുഴിയെല്ലാം നിറഞ്ഞ് വെള്ളം ഇങ്ങനെ ചുമല കളറായിട്ട് കിടക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള രസകരമായ കാഴ്ചകളാണ്. നിങ്ങളിത് മൊത്തം കാണണേ. ഞാൻ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിൻ്റെ 12ാം വാർഡിലാണ്. അതായത് ഈ മുന്നിൽ കാണുന്നതാണ് ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണ്. മുന്നിൽ കാണുന്നത് കായംകുളം ഡാണാപ്പടി കാർത്തികപ്പള്ളിയിലേക്കുള്ള റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. രാവിലെ ഇപ്പോൾ ഓഫീസ് ടൈമൊന്നും ആയിട്ടില്ല. അതിരാവിലെയാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. സ്കൂളുകളൊക്കെ തുറക്കുവാൻ ഇനിയും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഈ മഴ ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം എന്നൊക്കെ പറയുന്നു. എന്തായാലും ശരി, കിഴക്കൻ ജില്ലകളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ്. നമുക്കറിയാം, ചൂട് വരുമ്പോഴും മഴ വരുമ്പോഴും എല്ലാം നമ്മൾ അതിൻ്റെ കെടുതികൾ ഭീകരമായ രീതിയിൽ ചിലപ്പോൾ നമ്മൾ നേരിടുന്നുണ്ട്. കൂടുതൽ നമ്മളിവിടെ ചൂട് ഈ വർഷമാണ് ബോംബെയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നേരിട്ട ചൂട് ഈ വർഷമാണ്. 33 വരെ പോയിരുന്ന ചൂട് ഇപ്പോൾ 39, 40 കേരളത്തിലായി. എന്തായാലും മഴ വന്നപ്പോൾ അതിനൊരു ശമനമുണ്ടെങ്കിൽ പോലും ഒരു വിഭാഗം നമ്മുടെ കിഴക്കൻ മേഖലകളിൽ ഭീതിയിൽ കഴിയുന്ന ഒരു ജനവിഭാഗമുണ്ട്. അത് നമ്മൾ മറക്കാതിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴും മലയിടിച്ചിലും മറ്റ് പ്രളയ ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കിഴക്കൻ നമ്മുടെ സഹ്യ മേഖലകളിലൊക്കെ വളരെ അവർ പേടിച്ചാണ് കഴിയുന്നതെന്ന് വേണം പറയാൻ. ഇതുവരെ വലിയ ദുരന്തങ്ങളൊന്നും തിരുവനന്തപുരത്തൊക്കെ ചില കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വലിയ ഭീതിയാർന്ന ദുരന്തങ്ങളൊന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല. അത് നമുക്കൊരാശ്വാസമാണ്. ഇത് ഞങ്ങളുടെ ചിങ്ങൂരിലെ ദേവീക്ഷേത്രത്തിൻ്റെ തെക്കേ നടയാണ്. ചിങ്ങോലി ശ്രീ കാവിൽപ്പടിക്കൽ ദേവീക്ഷേത്രമാണ്. അതിനോട് ചേർന്നാണ് കാണുന്നതാണ് എൻ്റെ സ്റ്റുഡിയോ സായി വെഡ്ഡിങ് സിനിമാസ്. ഇനി നമ്മൾ അല്പദൂരം ഇവിടെ 2-3 വളവുകളാണ്. മഴ സമയങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വളവുകളാണ് ഇവിടെ ഉള്ളത്. ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും ദിവസമായി ചില പോസ്റ്റുകളൊക്കെ മഴയത്ത് പോയിട്ടുണ്ട്. ചില മതിലുകളൊക്കെ മങ്ങിത്തുടങ്ങി. പക്ഷേ റിസൾട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അതിനുള്ള ഒരു ആകാംക്ഷ ഇപ്പോൾ ജനത്തിന് പോയെന്ന് വേണം പറയാൻ. നമ്മളിപ്പോൾ കാർത്തികപ്പള്ളി ജംഗ്ഷനിലേക്കാണ് എത്തിയിട്ടുള്ളത്. നമുക്കിവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വലിയകുളങ്ങര തൃക്കുന്നപ്പുഴ റൂട്ടിൽ നിന്ന് സഞ്ചരിക്കാം. ഇവിടുത്തെ കാർത്തികപ്പള്ളി ഭരണപരിഷ്കാരങ്ങളൊക്കെ ചെയ്ത് നഗര സൗന്ദര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡ് താന്നു. ഇപ്പോൾ ഇവിടെ ഭയങ്കര വെള്ളമാണ്. ഒരു ചെറിയ മഴ പെയ്താലും കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ വെള്ളത്തിന് യാതൊരു കുറവുമില്ല. അതിനി അടുത്ത ഒരു ഇതിൽ പണി കഴിഞ്ഞാലേ അത് തീരത്തുള്ളൂ. രാവിലെ റോഡിൽ ആൾക്കാരൊക്കെ കുറവാണ്. എന്നാലും 2 വീലറുകളൊക്കെ പോകുന്നുണ്ട്. 2 വീലർ യാത്രക്കാരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ വണ്ടിയുടെ ബ്രേക്ക് അതുപോലെ തന്നെ ടയർ തേഞ്ഞതാണെങ്കിൽ മാറുവാൻ വളരെ ശ്രദ്ധിക്കുക. ഈ സമയങ്ങളിൽ അപകടങ്ങൾ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ടയർ തെന്നാനുള്ള സ്ലിപ്പാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ വേണ്ട കാർത്തികപ്പള്ളി പാലമാണിത്. പാലത്തിൽ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്.
നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് കാർത്തികപ്പള്ളി തോട്. പണ്ട് പുരാതന കാലങ്ങളിലെ കാർത്തികപ്പള്ളിയുടെ വാണിജ്യ ബന്ധം ഈ തോട് വഴി ആയിരുന്നു. എല്ലാം നമ്മളിവിടുന്ന് കൊപ്ര കയറ്റി തൊണ്ട് കയറ്റി പോകുന്നത്. അതുപോലെ ഇവിടുത്തെ പ്രസിദ്ധമായ കടയിലേക്ക്, കാർത്തികപ്പള്ളിയിലെ കുട്ടൻപള്ളിയുടെ കടയെന്ന് പറയും. അപ്പോൾ ആ കടയിലേക്കൊക്കെ അരിയും മറ്റ് സാധനങ്ങളും എല്ലാം അന്നൊക്കെ ലോറിയിൽ കുറവായിരുന്നു, വള്ളത്തിലായിരുന്നു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ തോടാണ്. ഇപ്പോൾ അതൊക്കെ വലിയ തോടായിരുന്നു. ഇപ്പോൾ ദേ ഇവിടെയൊക്കെ സൈഡൊക്കെ പിച്ചിങ്ങും ഒക്കെ കെട്ടിയിട്ട് വഴി സൗകര്യം കൊടുത്തുകൊണ്ടായിരിക്കും. ഇവിടെ തോടൊക്കെ ചെറുതായിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഈ തോടിൻ്റെ ഏകദേശം മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടുത്തെ വള്ളംകളി, ചിങ്ങൂരിലെ വള്ളംകളി നടക്കുന്ന സ്ഥലവും ഇവിടെ തന്നെയാണ്, അടുത്താണ്. ഈ വർഷം ഉണ്ടോ എന്ന് അറിയില്ല. എന്നാലും കഴിഞ്ഞ 2 വർഷം വള്ളംകളിയൊക്കെ നടന്ന സ്ഥലം കൂടിയാണിത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. റോഡിൻ്റെ സൈഡിലൊക്കെ കടകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ മഴ എന്ന് പറയുന്നത് സംഗീതം പോലെയാണ്. ഇഷ്ടപ്പെടാത്ത ആരും കാണില്ല. അത്ര ഒരു അനുഭൂതിയാണ് മഴ. മഴയുടെ ദുരന്തവശങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ മഴ എപ്പോഴും കവികൾക്കും ഗായകർക്കും ഒക്കെ കവിതയും ഒക്കെ വരുന്ന ഒരു പ്രതിഭാസമാണ് ഈ മഴയെന്ന് പറയുമ്പോൾ. ഈ സമയങ്ങളിലൊക്കെയാണ് കൂടുതലും കവിതകളൊക്കെ, ഈ മഴ കണ്ടിട്ടാണ് കവിതകളൊക്കെ രചിക്കുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വലിയകുളങ്ങര പാപ്പാടിച്ചാല് കാണാം. ഈ റൈറ്റ് സൈഡ് വരുന്നതാണ് പാപ്പാടിച്ചാല്. അതായത് വലിയകുളങ്ങരയിലെ കുതിര എല്ലാം വന്ന് അണിനിരക്കുന്ന ഒരു ചാലാണിപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡ് പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഏഷ്യയിലെ തന്നെ വലിയ കെട്ട് തേരുകൾ നിരത്തുന്ന വലിയകുളങ്ങര ദേവീക്ഷേത്രം കാണാം. ഇവിടെ എല്ലാം എന്ത് ചെയ്യേണ്ട, റോഡൊക്കെ വെള്ളം ഒഴുകിപ്പോകാൻ ആ പാപ്പാടിച്ചാലിലേക്കൊക്കെ ഇവിടുന്ന് വെട്ടിവെച്ച് കഴിഞ്ഞാൽ കുറേ വെള്ളം പോകും. ഇനിയിപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കുറേ വന്നാൽ ഈ വെള്ളം പോകത്തുള്ളൂ. ഇവിടെയൊക്കെ നല്ല വെള്ളമായി. 2 ദിവസമായിട്ട് തിമിർത്ത് പെയ്യുന്ന മഴയെന്ന് വേണം പറയാൻ. കേരളത്തിൽ 2-3 ദിവസമായിട്ട് മഴയുണ്ടല്ലോ. ഇവിടെ ആലപ്പുഴ ജില്ലയ്ക്ക് ഇപ്പോൾ 2 ദിവസമായിട്ടാണ് മഴ. ഇനിയും നമ്മൾ പ്രവേശിക്കുന്നതാണ് വലിയകുളങ്ങര ദേവീക്ഷേത്രം. നമുക്ക് ഇവിടെ നിന്ന് ഇവിടുത്തെ ചില കാഴ്ചകളൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകാം. ഇതാണ് ആ ക്ഷേത്രം. ഇതിൻ്റെ ക്ഷേത്രത്തിന് മുന്നിലൊരു വലിയ കുളം. ദേവീക്ഷേത്രത്തിന് മുന്നിലൊക്കെയുള്ള ഒരു വലിയ ക്ഷേത്രക്കുളം ഒരു ഐശ്വര്യമാണ്. ഇതിപ്പം നല്ല വെള്ളമൊക്കെ നിറഞ്ഞ് ഇപ്പോൾ ഇതിൽ നല്ല താഴ്ന്നു കിടന്ന ജലനിരപ്പൊക്കെ ഇപ്പോൾ 2 ദിവസത്തെ മഴ കൊണ്ട് തന്നെ ഉയർന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ശാരദാമ്മയുടെ ചായക്കട ഇവിടെ തൊട്ടടുത്താണ്. നമ്മളിപ്പോൾ അങ്ങോട്ടൊന്ന് പോവുകയാണ്. ഒരു ചായയൊക്കെ അടിച്ച് നമുക്ക് അവിടെ നിന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടാക്കി പോകാം. വലിയകുളങ്ങര ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ശാരദാമ്മയുടെ കടയാണ്. ഇപ്പോൾ ശാരദാമ്മ വരുന്നില്ല, മഴയൊക്കെ ആയതുകൊണ്ട് വയ്യാതൊക്കെ ഇരിക്കുകയെന്നാണ് പറഞ്ഞത്. ഇപ്പം മോളാണ് നടത്തുന്നത്. ശാരദാമ്മയുടെ കട നമ്മൾ നേരത്തെ എടുത്താണ്. ഇവിടുത്തെ ദോശ ഫേമസ് ആണ്. നമ്മളിപ്പോൾ രാവിലെ ഒരു ചായയൊക്കെ അടിച്ചിട്ട് ഇവിടുന്ന് പോവാം. ശാരദാമ്മയുടെ മോളാണ് ഇപ്പോൾ ഇവിടെ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ ചേട്ടാ. എങ്ങനെയുണ്ട് മഴ? ചൂടിനൊക്കെ ഒരു ശമനമായില്ലേ? സന്തോഷമുണ്ടല്ലേ? മനസ്സിനൊക്കെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ചായ, നമുക്ക് രാവിലെ ഒരു ചൂട് ചായ. നല്ല ചൂടുണ്ട്. ഈ മഴയത്തെ ചൂട് ചായയൊക്കെ ഒരു സുഖമാണ്. അല്ലെങ്കിലും ഉഷ്ണേനെ ശാന്തി എന്നാണ് പറഞ്ഞത്. ചൂടാണ് എപ്പോഴും നല്ലത്.
ഇവിടെ ദോശയല്ല പുട്ട് കൊണ്ടതാണ്ട് ഈ ചെറിയ പുട്ടുകുറ്റിയിൽ ഇങ്ങനെ പുട്ട് വെച്ചേക്കാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് ശാരദാമ്മ. രാവിലെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റും. ആ അപ്പോൾ നേരെ വരുന്നത് വലിയളങ്ങര വന്ന് ആ 2 ദോശയൊക്കെ കഴിച്ച് പോവാ, ചൂടാക്കി പോവാ. ചെറിയ ഒരു കടയാണ്, ഒരു ഡെസ്കും 2 കസേരയൊക്കെ ഉള്ളു. പക്ഷെ എന്നാലും ഇവിടെ വന്ന് എല്ലാവരും കാപ്പി കുടിക്കുന്ന ഒരു പതിവാണ് ഉള്ളത്. കൂടുതലും പണിക്കാരായിരുന്നു. ഇവിടുത്തെ ദോശ കണ്ടപ്പോൾ ദോശ കഴിക്കാതെ തോന്നുന്നില്ല. 2 ദോശ കഴിച്ചുകളെ. ചമ്മന്തി ഒഴിച്ച് മുളകുണ്ടോ? ആ ഇവിടുത്തെ ചമ്മന്തി മുളകുമാണ് ശേഷം. മുളക് ഒഴിച്ചു ആവി ഇങ്ങനെ പറക്കുകയാണ് പുട്ടിലെ. അവര് ചേട്ടൻ ഓർഡർ ചെയ്തു. ചേട്ടൻ്റെ പേരെന്തോ? ബാബുരാജ്. എന്തോ പണിയാ? ഇന്ന് മഴയൊക്കെ ആയിട്ട് പെയിന്റിങ് നടക്കത്തില്ല. അപ്പൊ പുട്ടൊക്കെ അടിച്ച് വീട്ടിൽ പോയിരിക്കുക അല്ലേ? ജമ ചേച്ചി വേണ്ട രാവിലെ ദോശ അടിക്കുന്നത് കണ്ടോ? ജമ ചേച്ചി രാവിലെ വലിയളങ്ങരക്കാരൊക്കെ ഒന്ന് കാണത്തില്ല. ചായയൊക്കെ എടുക്കാൻ വന്നാ. പക്ഷെ ഇവിടെ വലിയളങ്ങര വന്ന് വരുമ്പോൾ ശാരദാമ്മയുടെ കട കണ്ടപ്പോൾ ഒരു ചായയും 2 ദോശയും കഴിക്കണം തോന്നി. അങ്ങനെ കഴിച്ച് ഈ മഴയത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ ചൂടുകാലം കഴിഞ്ഞുള്ള ആദ്യ മഴയാണ്. ഈ മഴയുടെ ഈ ഒരു വീഡിയോ ചിത്രീകരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോയുമായി മഴയുടെ വരും. നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഏത് സ്ഥലത്ത് എടുക്കണമെന്ന് വെച്ചാൽ അവിടെ പോയി നമ്മൾ അത് കവർ ചെയ്യാം. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ബൈ ബൈ.